കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ. അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ. ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയതുകൊണ്ട് പിരിച്ചുവിട്ട സംഘടന ഏത്? കൊച്ചി രാജ്യപ്രജാമണ്ഡലം. മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം വേണമെന്ന് INC കേന്ദ്ര നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ട സമ്മേളനം. 1928 മെയ്യിൽ നടന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷൻ നെഹ്റു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചതെന്ന്? 1938 തിരുവനന്തപുരത്ത്. ഇതിന് നേതൃത്വം നൽകിയവർ C. കേശവൻ, P.K. കുഞ്ഞ്, T.M. വർഗീസ്. ഇതിൻ്റെ ആദ്യ അധ്യക്ഷൻ പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം ന്യൂനാവകാശ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണം. തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ T.K. നാരായണപിള്ള. കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകരിച്ചതെന്ന്? 1941 ജനുവരി 26. ഇതിൻ്റെ ലക്ഷ്യം കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണം. ഇതിൻ്റെ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന് നേതൃത്വം കൊടുത്തതും VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ആദ്യ പ്രസിഡന്റ് S. നീലകണ്ഠ അയ്യർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ പത്രം ദീനബന്ധു. കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി അമ്പാട്ട് ശിവരാമമേനോൻ. കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ. അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ. ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയതുകൊണ്ട് പിരിച്ചുവിട്ട സംഘടന ഏത്? കൊച്ചി രാജ്യപ്രജാമണ്ഡലം. ഐക്യ കേരള പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ KPCC ഉപസമിതി രൂപീകരിച്ച വർഷം? 1946. അധ്യക്ഷൻ KP കേശവമേനോൻ. ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഒന്നാം ഐക്യ കേരള സമ്മേളനം നടന്നതെന്ന്? 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച്. അധ്യക്ഷൻ K. കേളപ്പൻ. ഉദ്ഘാടനം ചെയ്തത് രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ. ഇതിൻ്റെ ലക്ഷ്യം മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക. ഐക്യ കേരളം എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചതാരെ? E. മൊയ്തു മൗലവി. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ യോജിപ്പിച്ച് കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച വ്യക്തി EMS. ഐക്യ കേരളം എന്ന ആശയം EMS മുന്നോട്ട് വെച്ചത് ഏത് കൃതിയിലൂടെയാണ്? 1.25 കോടി മലയാളികൾ. ഐക്യ കേരള പ്രതിജ്ഞ കവിതാരൂപത്തിൽ എഴുതിയതാര്? NV കൃഷ്ണവാര്യർ. ഐക്യ കേരളം എന്ന കവിത എഴുതിയതാര്? ബാലാമണിയമ്മ. കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമായി തീർന്ന തിരുവിതാംകൂറിലെ പ്രദേശങ്ങൾ? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. കർണാടകയിൽ നിന്ന് കേരളത്തിനോട് ചേർന്ന പ്രദേശങ്ങൾ? കാസർഗോഡ്, ഹോസ്ദുർഗ്. തിരുകൊച്ചി സംയോജനം നടന്നതെന്ന്? 1949 ജൂലൈ 1. ഏതൊക്കെ ജില്ലകൾ ചേർന്നു? തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം, കോട്ടയം. ഈ സമയത്തെ തിരുവിതാംകൂർ രാജാവ്? ചിത്തിര തിരുനാൾ. കൊച്ചി രാജാവ്? പരീക്ഷിത്ത് തമ്പുരാൻ. തിരുകൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ T.K. നാരായണപിള്ള. അവസാന മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ. രണ്ടാമത്തെ മുഖ്യമന്ത്രി C. കേശവൻ. മൂന്നാമത്തെ A.J. ജോൺ.
നാലാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. എന്നാണ് തിരുകൊച്ചി മന്ത്രിസഭ താഴെ വീണതും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതും? 1956 മാർച്ച് 23 എന്നുവരെയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. 1957 ഏപ്രിൽ 5 വരെ. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി? പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും കേരളത്തിലും മുഖ്യമന്ത്രിയായ വ്യക്തി? പട്ടം താണുപിള്ള. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്നറിയപ്പെടുന്നത്? പട്ടം താണുപിള്ള. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം? 1888. കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നതെന്ന്? 1923. മലബാറിലുള്ളവർക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്ന നിയമനിർമ്മാണ സഭ ഏത്? 1920 മദ്രാസ് നിയമനിർമ്മാണ സഭ. 1949 തിരുകൊച്ചി സംയോജനത്തിന് വിശദവിവരങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റി? ബക്ക് കമ്മിറ്റി. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല? കേരളം. ഇന്ത്യയിൽ രണ്ടാമതായി ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം? തിരുവിതാംകൂർ. ഇതിനെ മുൻകൈ എടുത്ത ദിവാൻ? ടി രാമറാവു. ഭരണാധികാരി? ശ്രീമൂലം തിരുനാൾ. കേരളം രൂപം കൊള്ളുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ.